ഹലോ, കേൾക്കാമോ? ആരെങ്കിലും ഉണ്ടോ? ആരും വന്നിട്ടില്ല. ആരെങ്കിലും വരുമ്പോ ഒരു മെസ്സേജ് ഇടണേ. ഒരാളെത്തിയിട്ടുണ്ട്. വരുന്നവർ ഒന്ന് ഹായ് പറയണേ. ഹായ് ഹായ് സിൽവി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വേറെ എല്ലാവരും എവിടെ? എല്ലാവരും വിളിച്ചതാണ്, ആരും എത്തിയിട്ടില്ല. എനിക്കൊന്നും നമുക്കിവിടെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കാൻ തോന്നുന്നു. കേൾക്കാമോ സിൽവി? കേൾക്കാമോ കാണാമോ ഒന്ന് പറയണേ. അതെ സിൽവി വന്നു. ഒരാളെ കൂടെ കാണിക്കുന്നുണ്ട്. സുരേഷ് ഹലോ ഹായ്. സബിറ വന്നു. നമുക്ക് കുറച്ചു നേരം ഒന്ന് നോക്കാം. ആരും വരണ്ടല്ലേ, നമ്മൾ രണ്ടുകൂടെ കാര്യം പറഞ്ഞോണ്ടിരിക്കാം. ക്വിസ് വേണ്ട. പ്രീത ഹലോ. ഹായ് സബി, സുഖല്ലേ? കുറച്ചു പേരോട് ഒന്ന് വന്നിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? പ്രൈസിങ് പോരട്ടെ. ആദ്യം തന്നെ പ്രൈസിങ് പോരട്ടെ. ചോദ്യം വേണ്ട, ഉത്തരവും വേണ്ട, പ്രൈസ് എടുത്ത് വെക്കുക, അതങ്ങ് തരാം. എനിക്കും അതാ സന്തോഷം കേട്ടോ. കുറച്ച് പേരോട് ഒന്ന് വന്നിരുന്നെങ്കിൽ. എവിടെ നമ്മുടെ രമ്യ, വൈശാഖൊക്കെ എവിടെ? ഇവരൊക്കെയാണ് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. ആരെയും കാണുന്നില്ല. ഒരു 2-3 മിനിറ്റ്സോട് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോ കൂട്ടക്ഷരങ്ങളുടെ ലൈവ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് സാഹിത്യ ക്വിസാണ്. എന്നെ കണ്ടപ്പോഴേ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായി ഇന്ന് ബോറ സാഹിത്യം കൊണ്ട് വന്നിരിക്കുകയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മത്സരത്തിനൊരു ഗുമ്മുണ്ടെന്നാണ് പറയുന്നത്. ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈസി പീസി ക്വസ്റ്റ്യൻസ് ആണ്. വേഗം ഉത്തരം പറഞ്ഞു പോവാം. പോയിന്റ്സ് ആർക്ക് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ വേഗം പറയും എന്നുള്ളതേ ഉള്ളൂ. വേഗം പറയുന്നതാണല്ലോ ഇവിടുത്തെ ഒരു കാര്യം. കാഹളം മുഴങ്ങട്ടെ, അതാണ്. നിങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് വമ്പൻ വിജയമാക്കാം. അപ്പൊ എളുപ്പമുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ കേട്ടോ. ഈ സാഹിത്യമാണെന്ന് വെച്ചിട്ടൊന്നും ആരും ഒന്നും ടഫായിരിക്കും അല്ലെങ്കിൽ എനിക്കറിയാം ഒന്നും വിചാരിക്കണ്ട. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആദ്യം ഉത്തരം പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും നെറ്റിന്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പം ആദ്യം ഉത്തരം പറഞ്ഞാലും ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഉത്തരം പറയുക. അയ്യോ കുറച്ച് ആരെങ്കിലും പറഞ്ഞല്ലോ എന്നൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ഇവിടെ എനിക്ക് കാണാം ആദ്യം വരുന്ന ആൾക്കാർക്കും പോയിന്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ആദ്യം ഉത്തരം പറയുന്ന 3 പേർക്ക് പോയിന്റ് കൊടുത്തിരിക്കും. അപ്പൊ ഇത് പറഞ്ഞ പോലെയാണ്, സമയത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്കകത്തായിരിക്കുമല്ലോ ഉത്തരം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 3 പേർക്ക് പോയിന്റ് തരും കേട്ടോ. ഹായ് വൈശാഖ്. ആരെങ്കിലും ഒക്കെ ചാടി പറയുന്നിട്ട് വേണം എനിക്ക് കോപ്പി അടിക്കാൻ. എന്നാലും സാരമില്ല, വേഗം കോപ്പി അടിച്ചോണം. ലേഖക്ക് ഈസി ആയിരിക്കും. ഞങ്ങൾ അയ്യോടാ. ബിന്ദു, ഷൈബി ഹായ്. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ. കുറച്ചു പേരായിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചോദിച്ചു തുടങ്ങാം. ബാക്കിയുള്ളവര് മെല്ലെ വരും എന്ന് തോന്നുന്നു. അതെ, ചോട്ടം വന്നിട്ടുണ്ട്. രമ്യ എത്തി. അപ്പൊ ആദ്യത്തെ ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയുന്നതാണ് കാര്യം. അറിയാമോ അറിയത്തില്ലയോ എന്നൊന്നും ഉള്ളതല്ല. അറിയത്തില്ല എന്ന് പറയേണ്ട കാര്യമില്ല. മഹേഷ് വന്നു. ബാലരമ, പൂമ്പാറ്റ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു.
ആ മഹത് ഗ്രന്ഥങ്ങളൊന്നും ഒരു വലിയ പിടിയില്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊക്കെ വലിയവർക്കുള്ളതാണ്, ബാലരമ, പൂമ്പാറ്റം ഒക്കെ. അപ്പോ കുറച്ച് പേരായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോദ്യം ചോദിക്കാം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? ഇതറിയില്ല എന്ന് പറയരുത്, വേഗം ടൈപ്പ് ചെയ്തോ, ചടപടന്ന് ടൈപ്പ് ചെയ്തോ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? എല്ലാവർക്കും ഒന്ന് സന്തോഷമാവട്ടെ. വേഗം ടൈപ്പ് ചെയ്യുന്ന ആദ്യം വരുന്ന ഉത്തരം സിൽവി. അതാണ് പ്രതീക്ഷ. ബാലരമ, പൂമ്പാറ്റ അല്ലേ? കുറച്ച് കുട്ടികളെ കൂടെ കൊണ്ടുവരാമായിരുന്നു. അത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഷിബ ഹായ്. ചോദ്യം കേട്ടോ. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? ഓക്കെ, ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അർഷിമസാണ്. സിൽവി അങ്ങനൊന്നും പറയല്ലേ, നമ്മൾ തമാശക്ക് പോലും പറയരുത് കേട്ടോ അങ്ങനെ. കിളിച്ചുണ്ടൻ മാമ്പഴോ? അപ്പുക്കിളി, അതിലൊരു പാട്ടുണ്ട്. അതങ്ങനല്ല പാട്ട്. 1-ാം കിളി 2-ാം കിളിന്നാ വാങ്ങി വെച്ചിട്ട് കാലം കുറച്ച. അയ്യോ, അതിനിയും വായിച്ചിട്ടില്ലെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, കുറച്ച് പേര്. സാബിറ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ബിന്ദു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സിൽവി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 3 പേർക്കാണ് ഉത്തരത്തിന് പോയിന്റ് കൊടുക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കാൻ എനിക്ക് ഇവിടെ കാണുന്നത് വൈശാഖാണ്. വൈശാഖിനപ്പോ 1 പോയിന്റ്. വൈശാഖ്, സാബിറ, ബിന്ദു. ഓക്കെ, 3 പേർക്കും ഓരോ പോയിന്റ് ഉണ്ട്. അതിലെ 1-ാം കിളിയാണ് അപ്പുക്കിളി. എന്നെ ചിരിപ്പിക്കരുത്, ഞാനൊരു ക്വിസ് മാസ്റ്ററാണ് കേട്ടോ. സീരിയസ് ആയിട്ടിരിക്കണം, പ്രത്യേകിച്ച് സാഹിത്യമാകുമ്പോ. ഖസാക്കിന്റെ ഇതിഹാസം പ്രീത പറഞ്ഞിട്ടുണ്ട്. അബ്ദുൾ അസീസ്, ഷൈബി കൈയൊക്കെ ടൈപ്പ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. അതാ പ്രശ്നം. ഇവിടെ ഉത്തരം പലർക്കും അറിയാമായിരിക്കും, ടൈപ്പ് ചെയ്യുന്നതിനകത്തെ പ്രശ്നമാണ്. അവിടെയാണ് പോയിന്റ് പോകുന്നത് നമുക്ക്. മഹേഷ് പോയിന്റ് അടിച്ചു മാറ്റി. ഷിജി രഞ്ജിത്ത്, ഖസാക്കിന്റെ ഇതിഹാസം. അതെ, ഖസാക്കിന്റെ ഇതിഹാസമാണ് ഉത്തരം. 3 പേര് പോയിന്റ് കൊണ്ടുപോയി. അപ്പൊ അടുത്ത ചോദ്യം. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ആരുടെ വരികളാണ്? വളരെ പ്രശസ്തമായ, അതെ, വൈശാഖ്, സാബിറ, ബിന്ദു. അതെ രമ്യ, ഞാനത് പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ചോദ്യം ഒന്നുകൂടെ കേൾക്കുക. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ആരുടെ വരികളാണ്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കവിതകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പറയാമോ? കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്ന കവി ആരാണ്? എന്റെ അല്ല, സിൽവി. ചങ്ങമ്പുഴ. പോരട്ടെ, ഉത്തരങ്ങൾ പോരട്ടെ. ഇത് ഒത്തിരി പ്രശസ്തമായിട്ടുള്ള വരികളാണ് കേട്ടോ. ഈ അപ്പുക്കിളിയൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. ഉത്തരം പോരട്ടെ. ചങ്ങമ്പുഴ. ആരും കോപ്പി അടിച്ച് എഴുതരുത് കേട്ടോ. ചങ്ങമ്പുഴ ആ ഒരു ടൈപ്പ് കവിതയുടെ ആളാണോ? പഴയിടത്തിന്റെ രചന, സദ്യക്ക് ആഹാരം ബാക്കി വന്നതിൽ വിഷമിച്ചെഴുതിയതാണ്. മഹേഷേ, കൊല്ലെ. ഷിജി രഞ്ജിത്ത് അറിയില്ല. അബ്ദുൾ അസീസ് ഇടശ്ശേരി. ഷിജി രഞ്ജിത്ത് വയലാർ. ഓക്കെ. പ്രീത ഗോപിനാഥൻ ചങ്ങമ്പുഴ. അപ്പോ ഒരാള് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ വരും. അതൊക്കെ മൂടിക്കഴിഞ്ഞാൽ ഞാനുണ്ടായ സിൽവി. അപ്പോ ഇതിനകത്ത് ഒരാൾ ഉത്തരം പറഞ്ഞിട്ട് അബ്ദുൾ അസീസ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നെടുശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നുള്ളത്. അപ്പൊ അബ്ദുളിന് 1 പോയിന്റ്. അബ്ദുൾ അസീസ്. അപ്പൊ അബ്ദുൾ ഇവിടെ തന്നെ കാണണം കേട്ടോ. പോയിന്റുകൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. ഇവിടെ വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ തോൽപ്പിച്ച് പോയിന്റ് കൊണ്ടുപോകണം കേട്ടോ. വൈശാഖിനെ ഞാനൊന്ന് നോട്ടപ്പുള്ളി ആക്കിയിട്ടുണ്ട്, കരുതിയിരുന്നു. ഓക്കെ. ഇടശ്ശേരി. ബ്രിജിത്തും പറഞ്ഞു ഇടശ്ശേരി. അപ്പോ
ഓക്കെ ഓക്കെ, ബ്രജിത്തിന് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് ബ്രജിത്തിന്റെ ഇത് വന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നന്ദനാർ അടുത്ത ചോദ്യമാണേ. അയ്യോ എന്നാ ഞാനും ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഈ കഴിഞ്ഞ ദിവസമൊക്കെ ബ്രജിത്ത്, എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തരം പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇവിടെ ബ്രജിത്തിന്റെ ഉത്തരം കണ്ടത്. അപ്പൊ അതുകൊണ്ട് അബ്ദുലിനാണ് പോയിന്റ്. അടുത്ത ഉത്തരം വേഗം പറയണം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ചോദ്യം ചോദിച്ചത് കേട്ടല്ലോ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഈ കഴിഞ്ഞ ദിവസമൊക്കെ FBയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു. അപ്പൊ അത് കാരണം ഇങ്ങനെ എനിക്ക് നമ്മുടെ ഫീൽഡിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ ഇതൊക്കെ കൃതികളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്ദനാർ, വൈശാഖ് ജയ് പറഞ്ഞു, PC കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു, ശ്രീദേവി നമ്പ്യാർ പറഞ്ഞു, PC ഗോപാലൻ, മഹേഷ് നന്ദനം വെച്ചിട്ടാണല്ലേ നന്ദനാർ, പൃഥ്വിരാജ്, സിൽവി അല്ല. ഓക്കെ, ഗോപാലൻ. ഏത് ഗോപാലൻ? ഗോപാലൻ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല. ഈ ലോകത്ത് ഒരുപാട് ഗോപാലനുണ്ട്. ഫുൾ നെയിം പറയണം. വെറും ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല. നന്ദനാർ തന്നെ, നന്ദനാർ തന്നെയാണ്. നന്ദനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ശരിക്കുള്ള വേറെ പേരുണ്ട്. ഇദ്ദേഹത്തിന്റെ കൊച്ചുമോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എന്നിട്ടാണ് വേറെന്തോ പേരൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ആരാണ്? ശ്രീദേവി നമ്പ്യാരാണ്. അപ്പൊ ശ്രീദേവിക്ക് ഒരു പോയിന്റ് കേട്ടോ. ശ്രീദേവി നമ്പ്യാർ. ആരുടെയും പോയിന്റ് എന്നല്ലേ അങ്ങോട്ട് കൂടുന്നില്ലല്ലോ. ശ്രീദേവി നമ്പ്യാരാണ് ഉത്തരം പറഞ്ഞത്. PC ഗോപാലൻ. ഗോപാലൻ എന്ന് പറയുന്നവർക്ക് പോയിന്റ് തരൂല കേട്ടോ. ഫുൾ നെയിം പറയണം. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരാളൂടെ അതിന് മുൻപ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സഹലയ്ക്കും കൂടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ FB വിരോധിയാണ്. FBയിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗുണമുണ്ട് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കവികളുടെ നമ്മൾ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ കുറെ എന്തെങ്കിലുമൊക്കെ റൈറ്റപ്സോ അല്ലെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് A-B. അടുത്ത ചോദ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. A-B എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? മാറിപ്പോയതാ. A-B എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. ഇത് എളുപ്പമാ. A-B എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. ബ്രജിത്ത് എന്താ ചിരിക്കുന്നത്? എനിക്കൊന്ന് മഹേഷിന്റെ ഉത്തരം കേട്ടിട്ടായിരിക്കില്ല. മഹേഷ് എത്ര നല്ല ഉത്തരങ്ങളാ പറയുന്നത് നോക്കിക്കേ. പൃഥ്വിരാജിനെ വരെ കൊണ്ടുവന്നിട്ട് നന്ദനാരുടെ പേര് ചോദിച്ചതാ ഞാൻ. എന്റെ ഒരു അവസ്ഥ. A-B ദൈവമേ. അഖിൽ ധർമ്മജൻ, ചാക്കോ മാഷ്, ബിന്ദു. ഇനി മഹേഷ് ഉണ്ടായിരുന്നു. ബിന്ദുവിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു കേട്ടോ. അതാ രണ്ടുപേരും ഒരേ ഉത്തരം പറഞ്ഞു. ശ്രീദേവി നമ്പ്യാർ പറഞ്ഞു. ഓക്കെ, ഇതേതാ ബുക്ക്? A-B അതാണ് ബുക്ക്. കുറച്ച് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഉത്തരം പറയാം. കോവിലനാണ് A-B എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. ആദ്യം ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. പിന്നെ ഉത്തരം പറഞ്ഞത് അജിത്താണ്. A+B അല്ല, A-B. അത് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ സഹല ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അജിത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അജിത്തിന് ഒരു പോയിന്റ്. അങ്ങനെ ഒരു കൃതി ഉള്ളതായി എനിക്കറിയില്ല. ചോദ്യം കേൾക്കും മുൻപിട്ട് അങ്ങനെ ചെയ്യരുത്. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം. ഇതാണ് എളുപ്പമുള്ള ചോദ്യങ്ങൾ. ഞാൻ പോണം. അയ്യോ പോലെ എളുപ്പമുള്ള ചോദ്യമല്ല ഇതെല്ലാം. ഇതൊക്കെ എന്താ പറഞ്ഞേ, സിമ്പിളാന്നേ. SK പൊറ്റക്കാടിന്റെ ഒരു കൃതിയുണ്ട്.
ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു കൃതിയുണ്ട്, കുടിയേറ്റക്കാരുടെ കഥയാണ് അതിൽ പറയുന്നത്. അത് ഏത് കഥ എന്ന് പറഞ്ഞ നോവലാണ്, അത് ഏത് നോവലാണെന്ന് പറയുന്നത്. എസ്.കെ. പൊറ്റക്കാടിന്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? എസ്.കെ. പൊറ്റക്കാടിന്റെ വായിച്ചിട്ടുണ്ടോ? എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതികൾ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടോ? ഉത്തരം വാട്സാപ്പിൽ അയച്ചെന്ന് പെട്ടെന്ന് പറയാം. ഡോക്ടർ ദിവ്യ ധർമ്മദത്തനോ എന്താ അതാരാ? ഡോക്ടർ ദിവ്യ ധർമ്മദത്തന. ഈ A-B ചോദ്യം ചോദിച്ചാൽ നിഷിബ ഉത്തരം പറഞ്ഞേ കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ലേറ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യം ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഇപ്പൊ ചോദിച്ചത് എസ്.കെ. പൊറ്റക്കാടിന്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? ചിലപ്പോ സെൽവി അത് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. എസ്.കെ. സാബി ഉത്തരം പറഞ്ഞതാണോ? ദേശത്തിന്റെ കഥ. ശ്രീദേവി നമ്പ്യാർ പുള്ളിമാൻ പറഞ്ഞു കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ കഥയാണ്. വൈശാഖ് ജയ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സാബിറ, ഞാൻ എസ്.കെ. പൊറ്റക്കാടിന്റെ ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതിനാണോ അതോ ഈ ചോദ്യത്തിനാണോ ഉത്തരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ശ്രീദേവി നമ്പ്യാർ പുള്ളിമാൻ എന്ന് പറഞ്ഞു. കൊടിയേറ്റം, അത് കുടിയേറ്റമല്ല, കൊടിയേറ്റമാണ്. ഒരു ദേശത്തിന്റെ കഥ മാത്രമേ അറിയൂ. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥ. ഒരു തെരുവിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ. ഓക്കെ, ഇതില് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഉത്തരം പറഞ്ഞ ഞാൻ ഉത്തരം പറയാമേ. വൈശാഖാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, വിഷകന്യക. അപ്പൊ വൈശാഖിന് 2 പോയിന്റായി കുട്ടികളെ. വൈശാഖിനോട് മത്സരിച്ച് നിൽക്കാൻ വേണ്ടി ഒരാളോടുണ്ട്, ശ്രീദേവി നമ്പ്യാറുണ്ട്. ശ്രീദേവി നമ്പ്യാർ എനിക്ക് തോന്നുന്നു വീണ്ടും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി, ശ്രീദേവി നമ്പ്യാറിന്റെ കൂടെ 1 പോയിന്റ് ഉണ്ട്. പ്രീതയ്ക്കും 1 പോയിന്റ് ഉണ്ട് കേട്ടോ. അവര് ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപേ പറഞ്ഞതാണ്. അപ്പൊ ശ്രീദേവി നമ്പ്യാറാണ് 3 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. പ്രീത, ഓക്കെ, പ്രീതയ്ക്കും 1 പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോ പോയിന്റ് നിലയിൽ ഇപ്പോൾ വൈശാഖും ശ്രീദേവിയുമാണ് മത്സരിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആര്? ഇതറിയില്ലെന്ന് ആരും പറയില്ല. വേഗം ഉത്തരം പോരട്ടെ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആര്? ഞാൻ പോണു, എനിക്കൊന്നും. വിഷകന്യക അത് കഴിഞ്ഞു പോയി കേട്ടോ. വിഷകന്യക കുറെ മുമ്പേ ചോദിച്ചതാ. ദേശത്തിന്റെ കഥ മാത്രമേ കറക്കിക്കുത്തി പറഞ്ഞ തെരുവിന്റെ കഥ എന്നത്. അടുത്ത ചോദ്യം കേട്ടോ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആര്? കേരള മോപ്പസാങ്. സ്വപ്ന പോവല്ലേ? സ്വപ്ന വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു. പോവല്ലേ. കേരള മോപ്പസാങ്, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? റംസീന നാസർ ഹായ്. വൈശാഖ് ജയ് ചങ്ങമ്പുഴ. റംസീന വേഗം ഉത്തരം പറഞ്ഞു. ഇവർക്കൊക്കെ ഒരു നല്ല ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് അങ്ങോട്ട് പോകും എല്ലാവരും മുന്നോട്ട്. ശ്രീദേവി ഉത്തരം പറഞ്ഞു. സുരേഷ് ഉത്തരം പറഞ്ഞു. ബാബു നമ്പൂതിരിയോ? എന്റെ ദൈവമേ, കേരള മോപ്പസാങ് അതെവിടുന്ന് ബാബു നമ്പൂതിരിയെ കൊണ്ടുവന്നേ? എനിക്ക് അത് പിടിയിട്ടില്ല. ബാക്കി ഇത്ര നേരം പറഞ്ഞതൊക്കെ പിടികിട്ടിയായിരുന്നു കേട്ടോ. കുറച്ച് കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കൂ പ്രിയപ്പെട്ടല്ലേ. ഇതൊന്നും സിമ്പിൾ ചോദ്യങ്ങളാണ്. ഞാൻ ശ്രീദേവിയൊക്കെ ഉത്തരം പറഞ്ഞത് പറിച്ചിട്ടുണ്ട്. ചടപട എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു കേട്ടോ അതൊക്കെ. ശ്രീദേവി, പിന്നെ അതേത് ചങ്കമ്പുഴ എന്ന് എഴുതിയന. ഷൈബീത പറഞ്ഞേ പോകരുത്, ഇവിടെ വേണം, ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ കേട്ടോ. ഉത്തരം അറിയില്ല എന്നുള്ളതിലതൊന്നും ഒരു കാര്യമില്ല. സ്വപ്ന എല്ലാം സിമ്പിളാ. ഉറൂബ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ഉത്തരം പറഞ്ഞേക്കുന്ന ആരാ? ശ്രീദേവിയാണ്. ശ്രീദേവി വീണ്ടും അടുത്ത പോയിന്റ് നേടിയിരിക്കുകയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്റെ സ്വന്തം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിന് നാമൃതം. ഇത് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ആരാണ് ഈ വരികൾ എഴുതിയത്? ഇത് പറഞ്ഞാൽ മതി. ഇത് നമ്മള് ചെറുപ്പം മുതൽ കുഞ്ഞുനാൾ, എനിക്ക് പുസ്തകം എടുക്കുന്ന കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഇതല്ലേ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്ത്. ഇത് ക്ഷേത്രങ്ങളിലും എവിടെയൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിന് നാമൃത. വളരെ അർത്ഥവത്തായ വരികളാണ്, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഇത് എഴുതിയത് ആരാണ്?
എഴുതിയത് ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്, എവിടെ നിന്നാണെന്നല്ല. എഴുതിയത് ആരാണ് വേഗം പറയണം കേട്ടോ. ശ്രീദേവി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് കൃതിയുടെ പേര് പറഞ്ഞു. ജ്ഞാനപ്പാന കൃതിയല്ല ഞാൻ ചോദിച്ചത്. ഓക്കെ, പൂന്താനം എന്ന് പറഞ്ഞു. കുമാരനാശാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വൈശാഖ്. സിൽവി മൈക്കൽ ചെറുശ്ശേരി എന്ന് പറഞ്ഞിരിക്കുന്നു. സുരേഷ് ഉള്ളൂർ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേഗം ഉത്തരം പറയാൻ. തകഴി എന്ന് പറഞ്ഞു പൂന്താനം എന്നുള്ള ഉത്തരം പൂന്താനമാണ്. പൂന്താനം ആദ്യം ഉത്തരം പറഞ്ഞത് അജിത് രാജ് ആണ്. പിന്നെ അജിത് രാജ്, സാബിറ. ഓക്കെ, അപ്പൊ സാബിറ ഒരു പോയിന്റ്, അജിത് രാജിന് ഒരു പോയിന്റ്. അപ്പോ ഓക്കെ, ബിന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബിന്ദുവിനും കൂടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ബിന്ദു, സാബിറ, അജിത്ത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ഇപ്പൊ എല്ലാരും പൂന്താനം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഏത് നോവലിലെയാണ് ഈ വരികൾ? മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഏത് നോവലിലെയാണ് ഈ വരികൾ? ക്ലൂ വേണമെങ്കിൽ പറയണം കേട്ടോ. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഇത് ഏത് കൃതിയിലെയാണെന്ന് പറയണം. ഒരു ക്ലൂ തരാം, ആദ്യം ആരും പറഞ്ഞില്ലെങ്കിൽ. രണ്ടാമത്തെ ചോദ്യം ഷൈബി, അത് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ ഫോണിൽ ആദ്യത്തെ ചോദ്യം വരുന്നത്. ഈ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഏത് നോവലിലെ? അതാണ്, നല്ല വരികളാണ്. ഇത് ഞാനൊരു ക്ലൂ തരാം. ഓക്കെ, വെറും ഗസ്. ഓക്കെ, ഓക്കെ, ലാഹയുടെ പെൺമക്കൾ എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു വൈശാഖ്. അല്ല, ഞാൻ ഒരു ക്ലൂ തരാം. വരികളായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഓർത്തിരിക്കണമെന്നില്ല. MTയുടെ ആണ്. ഇനി പറയുമോ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലൂവും കൂടെ തരാമേ. MT വാസുദേവൻ നായരുടെ പുസ്തകമാണ്. വരുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. ഒരു കാര്യം കൂടെ പറയാം. MT വാസുദേവൻ നായർ നമ്മുടെ മഹാഭാരതം ഭീമനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നു, നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബൈബിള് ബേസ് ചെയ്തിട്ട് ഒരു അതോടെ എഴുതിയിട്ടുണ്ട്, ഒരു കൃതിയും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ. ആ ബൈബിള് ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഈ വരികൾ. ഇനി പറയാമോ? കാലം ഒന്നുത്തരം പറഞ്ഞിരിക്കുന്നു. കാലം. ഓക്കെ, വൈശാഖ് ജയ, അലാഹയുടെ പെൺമക്കൾ. ചോദ്യം ഒന്നുകൂടെ. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു വേദനിക്കുന്നു? നിറഞ്ഞ പാനപാത്രം നിന്നെ കാത്തിരിക്കുന്നു. ഏത് നോവലിലെ? ഞാൻ പറഞ്ഞല്ലോ, MTയുടെ നോവലാണ്. പക്ഷെ അത് ബൈബിൾ ബേസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന നോവലാണ്. ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ചാളയാണ്. ഇങ്ങനൊന്നും പറയല്ലേ, ഇതൊക്കെ വലിയ പ്രശസ്തമായ കൃതികളാ. ഇനി അതൊക്കെ എടുക്കുമ്പോ ഇതൊക്കെ ഓർമ്മ വരും, ഈ തമാശക്ക് ഓർമ്മ വരും. കാലം, മഞ്ഞ്, ഇതാർക്കും ഓർമ്മയില്ലേ? യോ, ഒരു മിനിറ്റ്. ഇതിന്റെ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്നുള്ളതാണ്, എന്നിൽ നിന്നാണ് കേട്ടോ. ഇത് ആരും ഉത്തരം പറഞ്ഞില്ല. അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന നോവലിലെയാണ് ഈ വരികൾ കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം പോയി. അടുത്ത ചോദ്യം പെട്ടെന്ന് ചോദിക്കാം, ആരും ഉത്തരം വന്നില്ല. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. ഇതെല്ലാവരും പറയും. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. അതെ, എനിക്കാണോ? ഓക്കെ, ക്വിസ് മാസ്റ്റർക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഇത് പറയാലോ, ഇത് വേഗം പറയാം. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. വേഗം പറഞ്ഞോ.
അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകം. നമ്മൾ വായിക്കാത്ത എത്രയോ പുസ്തകങ്ങളുണ്ട്. നമ്മൾ എത്ര വലിയ വായനക്കാരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വായിക്കാത്ത പുസ്തകങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പം എപ്പോഴും പറയാറില്ലേ, അറിഞ്ഞതൊന്നും അല്ല അറിയാനുള്ളതാണ് ഇനിയും കൂടുതലെന്ന് പറയുന്ന പോലെ തന്നെയാണ് വായിക്കാനുള്ളതാണ് കൂടുതലുള്ളത്. ക്രിസ്തീയ ഭേദ സംക്ഷേപം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ഒക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാള ലിപി അച്ചടിക്കപ്പെട്ടതാണ് അതിലൊക്കെ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ്. അപ്പൊ ബാക്കി കുറെ പുസ്തകത്തിലൊക്കെ മലയാള ലിപികൾ അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒരു സമ്പൂർണ്ണ മലയാള പുസ്തകമായിട്ട് വന്നിരിക്കുന്ന സംഭവമാണ്. കുന്തലതാന്ന് മഹേഷ് സാബിറ പറഞ്ഞിരിക്കുന്നു. ഹോർത്തൂസ് മലബാറിക്ക ശ്രീദേവി പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്ദുലേഖ മഹേഷ് പറഞ്ഞിരിക്കുന്നു. ചന്തുമേനോന്റെ ഇന്ദുലേഖ. നിഷിബ പാതിരാവും പകൽ വെളിച്ചവും. അങ്ങനെ വലിയ സാഹിത്യ പേരുകളൊന്നും വരുന്നൊരു കാലമല്ല കേട്ടോ അത്. മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ മലയാള ക്രിസ്തീയ ഭേദോപദേശ സംക്ഷേപം. ചെറിയ രീതിയിലൊക്കെ സിൽവി എത്തുന്നുണ്ട്. സിൽവി എന്നിട്ടും അങ്ങോട്ട് ആ പേരിലേക്ക് എത്തുന്നില്ല. വേഗം പോരട്ടെ. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഹോർത്തൂസ് മലബാറിക്കസുമായിട്ട് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം അതിൽ മലയാള ലിപിയാണ് അച്ചടിച്ചിരിക്കുന്നത്. ഓക്കെ. ശ്രീദേവി പറഞ്ഞിരിക്കുന്നത് സംക്ഷേപ വേദാർത്ഥം. നെറ്റ് പോയില്ല. പിടിച്ചോണ്ട് പോവാ. പോയെന്ന് പറയല്ലേ. ഓക്കെ, ഉത്തരം ശ്രീദേവിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ഞാൻ പറഞ്ഞില്ല, അതിന് മലയാള ലിപിയാണ് വന്നിരിക്കുന്നത്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട സമ്പൂർണ്ണ മലയാള പുസ്തകമല്ല. ശ്രീദേവിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് സംക്ഷേപ വേദാർത്ഥം. അപ്പൊ ശ്രീദേവിക്ക് 1 പോയിന്റ്. ശ്രീദേവി 5 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. വിക്കിപീഡിയ സംക്ഷേപ വേദാർത്ഥം. വിക്കിപീഡിയ നമുക്ക് പ്രശ്നമല്ല, ആദ്യം ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. ലവ്ലി ഓക്കെ വന്നിട്ടുണ്ട്. ചോദ്യം മുഴുവനായി കേൾക്കുന്നില്ല. അയ്യോ എന്നാ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണോ? ഹോർത്തൂസ് മലബാറിക്കസ് അല്ല, 1ാം ക്ലാസ്സിൽ. അപ്പൊ സംക്ഷേപ വേദാർത്ഥമാണ്. അപ്പൊ അത് ഉത്തരം പറഞ്ഞത് മഹേഷും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് മഹേഷ്. അപ്പൊ മഹേഷിനും 1 പോയിന്റ്. മഹേഷ് ഇത്ര നേരം തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നേരത്തെ ഉത്തരം ഓരോന്നിന്റെ പറയാൻ മേലായിരുന്നോ? പോയിന്റുകൾ ഇങ്ങനെ കേറി വന്നാനേ. ഓക്കെ, 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? ആഷാ മേനോൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആഷാ മേനോൻ. ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആഷാ മേനോൻ എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വേദാർത്ഥ ഇത് സിൽവി പല ഉത്തരങ്ങളിലായിട്ട് കുറേശ്ശെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫുള്ള് വന്നിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമൊക്കെയാണ് സിൽവി ഉത്തരം പറഞ്ഞത്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടല്ലോ. ആഷാ മേനോൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാളത്തിലൊരു സാഹിത്യ നിരൂപകനാണ്. ശ്രീദേവി നമ്പ്യാരുടെ തല വാടകയ്ക്ക് കിട്ടും. അതെ. സത്യ റംസി ചോദിച്ചത്. എനിക്ക് 1/2 മാർക്ക് വേണം. അതാണ് ഇത്തിരി പറഞ്ഞത് കൊണ്ടല്ലേ. നമുക്ക് നോക്കാമേ. വല്ല മത്സരം ഇങ്ങനെ കട്ടയ്ക്കുള്ള ഇതിനകത്ത് മാർക്ക് നിൽക്കുവാണെന്നെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ 1/2 മാർക്കൊക്കെ ഇട്ട് നമുക്ക് ഇത് നോക്കാം. ശ്രീദേവി നമ്പ്യാർ. വിലാസിനി ഓൾറെഡി ഒരു തൂലികാനാമമാണല്ലോ. അതും അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരല്ല. അപ്പൊ ഇതുപോലെ തന്നെ ഒരു തൂലികാനാമമാണ് ഈ ആഷാ മേനോൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണെന്നുള്ളതാണ്. ശ്രീദേവി തന്നെ കെ ശ്രീകുമാർ എന്ന് പറഞ്ഞു. മഹേഷ് കെ ശ്രീകുമാർ എന്ന് പറഞ്ഞു. സുരേഷ് ഇന്ദുഗോപൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരൊക്കെയാണ്? ശ്രീദേവി പറഞ്ഞു. പിന്നെ ആരാ? കെ ശ്രീകുമാർ, മഹേഷ് കെ ശ്രീകുമാർ. പിന്നെ ലേഖ എത്ര സിമ്പിളാ. പക്ഷെ ഞാന് സിമ്പിളായി ചോദ്യം സിമ്പിളാന്നേ, അങ്ങനെ പറയല്ലേ. അനിത ജഗന്നാഥ്. ഓക്കെ, അപ്പൊ 3 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഉത്തരം കെ ശ്രീകുമാറാണ്. ശ്രീദേവി ഉത്തരം പറഞ്ഞു. മഹേഷ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ആദ്യത്തെ കുറെ ചോദ്യങ്ങൾക്ക് വെറുതെ ഉഴപ്പി കളഞ്ഞാണ്. ഇപ്പൊ നല്ലൊരു മത്സരമായി പോയെന്നെ ഇവിടെ. ഓക്കെ, അപ്പൊ കെ ശ്രീകുമാറാണ്. ആഷാ മേനോൻ ഇനി ആരും മറക്കരുത് കേട്ടോ. ആഷാ മേനോൻ എന്നുള്ള പേരില് തൂലികാനാമത്തിൽ എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹം നല്ലൊരു നിരൂപകൻ കൂടിയാണ്. അപ്പൊ അനിതയും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അനിത ഒരു പോയിന്റ്. ഓക്കെ, നിഷി ഇപ്പോഴാണ് ഉത്തരം പറയുന്നത്. അത് പോയി കേട്ടോ, അത് കഴിഞ്ഞു ആ ചോദ്യം. ഇപ്പൊ കുറെ പേർക്ക്, എനിക്കൊന്ന് നെറ്റിന്റെ പ്രശ്നമാണ്. എല്ലാവർക്കും ഒരു ചോദ്യം കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് കിട്ടുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഉത്തരം പറയാൻ. ഓക്കെ, പുള്ളിക്ക് ഒറിജിനൽ പേര് ഇഷ്ടമാണ്. അല്ല, പണ്ടൊക്കെ ആൾക്കാർക്ക് അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാരും തൂലികാനാമത്തിലായിരുന്നു കൂടുതൽ പേരും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്കുണ്ടല്ലോ. അപ്പൊ അടുത്ത ചോദ്യം, ഇതും അറിയില്ലെന്ന് ആരും പറയില്ല, വേഗം വേഗം പറയണേ. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇതാരുടെ വരികൾ? എല്ലാ ഓണത്തിനും എപ്പോഴും നമ്മൾ പാടുന്നതാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒക്കെയാണ്. അത് പറഞ്ഞത് ആരാണ്? മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇത് എഴുതിയത് ആരാണ്? വേഗം വേഗം അങ്ങോട്ട് പറഞ്ഞേ. ഇനി ഇത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മലയാളികളാണെന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. വിക്കിപീഡിയ ഭയങ്കര അതിന് ആ ഉത്തരവൊക്കെ പറഞ്ഞിട്ടിരുന്നത്. പൃഥ്വിരാജ് വരെ ഉത്തരത്തിൽ കടന്നു വന്നിരിക്കുന്നു നമ്മുടെ സാഹിത്യ ക്വിസില്. ഓക്കെ, ഫർസാന ഇപ്പോഴും കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് പറഞ്ഞത്, കെ ശ്രീകുമാർ എന്ന് പറഞ്ഞത്. അടുത്ത പുതിയ ചോദ്യം വന്നു, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആരെഴുതിയതാണ്? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇനി പറയരുത്, ടഫാന്ന് പറയരുത് കേട്ടോ. ശ്രീദേവിയുടെ ഉത്തരം വന്നിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും, ശരിയാ, നമ്മുടെ എല്ലാവരുടെയും വരികളാണ്, നമുക്ക് വേണ്ടി നൽകിയതാണ് ഒരാള്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്നത് പറയരുത്. കഴിവും വിവരവും വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളെല്ലാം ഉള്ള മനുഷ്യൻ പറഞ്ഞതാ. തലയും കുത്തി നിന്നാ ഇതുപോലൊക്കെ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പിന്നല്ലേ. ശ്രീദേവി ഉത്തരം പറഞ്ഞു, രമ്യ ഭാരതി ഉത്തരം പറഞ്ഞു. ഇനി ആരെങ്കിലും പറഞ്ഞ നമുക്ക് പാടാം. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്. എഴുതണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. ഓക്കെ, സുമ ഉത്തരം പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ. രമ്യ ഭാരതി ഉത്തരം പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ. ശ്രീദേവി നമ്പ്യാർ ഉത്തരം പറഞ്ഞു. അപ്പം ഓക്കെ, ഉത്തരം പറയാം. 3 പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി ഉത്തരം പറഞ്ഞു. ശ്രീദേവി ചടപടാന്ന് കയറി പോവാണ് കേട്ടോ. ശ്രീദേവി, രമ്യ, പിന്നെ ആരാ, സുമ. ഇത്രയും പേരാണ് ഉത്തരം പറഞ്ഞത്. സുമ ജയമോഹൻ 1 പോയിന്റ്. തലയും കുത്തി നിന്ന് സത്യം രമ്യ അതല്ലേ പറഞ്ഞേ. എന്നിട്ട് ഇതൊക്കെ കേട്ട് നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയാം. പക്ഷെ എഴുതണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലും വരത്തില്ല, അതല്ലേ. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് അറിയാത്ത ഒരു മലയാളിയും കാണത്തില്ല. ഈ വരികളെ, കാക്കേ കാക്കേ കൂടെ എവിടെ അറിയാലോ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഇതില് സിമ്പിൾ ആക്കണമെന്നൊന്നും പറയരുത്. ചോദ്യങ്ങൾ ഇത്തിരി ഈ മാവേലി നാട് വാണിയിടും കാലം, ഇതൊക്കെ ഇതിനെ എങ്ങനെയാ പറവി സിമ്പിൾ ആക്കുന്നേ? കാക്കേ കാക്കേ കൂടെ വേണ്ട നോക്ക്, പിള്ളേര് പാടുന്ന പാട്ടാണ്. ഇതൊക്കെ ആരാ എഴുതിയെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. ഇനി ഇതിനേക്കാളും സിമ്പിൾ ആക്കണമെന്ന് പറയരുത്. ഇടയ്ക്ക് 1-2 ഇച്ചിരി ഇതായിരുന്നു, എന്നാലും അത് വേണമല്ലോ. ബുദ്ധിജീവികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉത്തരം പറയട്ടെന്ന് വെച്ചിട്ടാ. കാക്കേ കാക്കേ കൂടെ ഇവിടെ വേഗം വേഗം ഉത്തരം പറഞ്ഞേ, വേഗം ഉത്തരം പറ. ശ്രീദേവി ഏത് സ്കൂളിലാണ് പഠിച്ചേ? എനിക്ക് അവിടെ ചേരാൻ പറ്റുമോ? ഞാനൊക്കെ ഏത് സ്കൂളിൽ പോയിട്ടും കാര്യമില്ല കേട്ടോ. ഓർമ്മശക്തി എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ അതുകൊണ്ട് സ്കൂളിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവര് പഠിപ്പിച്ചത് വല്ല ഓർത്തിരിക്കണ്ടേ, അത് നമ്മുടെ തലയുടെ പ്രശ്നമാണ്. ഓക്കെ, കുറെ പേര് ഉത്തരം പറയുന്നുണ്ട്. ശ്രീദേവി ഉത്തരം പറഞ്ഞു, അജിത് രാജ് ഉത്തരം പറഞ്ഞു, രമ്യ ഉത്തരം പറഞ്ഞു, ആൽവിൻ ഉത്തരം പറഞ്ഞു, മഹേഷ്. ഇതിനകത്ത് ഉത്തരം എന്തായാലും ഓക്കെ. എനിക്കൊന്നും അറിയാൻ പാടില്ലല്ലേ ചേച്ചി. നിങ്ങൾ കോഴിനെ പറ്റി ചോദിക്കും, ഞാൻ കറക്റ്റ് കോഴിയെ പറ്റി ചോദിക്കും. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല. കോഴിയെ പറ്റിയിട്ടും ഉണ്ട് ചോദ്യം ചോദിക്കാൻ സാഹിത്യത്തില്, പക്ഷെ ഞാനത് എഴുതിയില്ല കേട്ടോ. അത് വേണമെങ്കിൽ പറവിക്ക് വേണ്ടിയിട്ട് ആ ചോദ്യം ഡെഡിക്കേറ്റ് ചെയ്യാമായിരുന്നു, വിട്ടുപോയി. അതേതാ നഴ്സറി ടീച്ചർ? നഴ്സറി ടീച്ചറോ? നഴ്സറി ടീച്ചർ ഉത്തരം കുറെ പേര് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഉത്തരം പറയാം. ഉത്തരം ഉള്ളൂരാണ്, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഇപ്പൊ മനസ്സിലായല്ലോ നഴ്സറി ടീച്ചർ അല്ല എന്നുള്ള കാര്യം. അപ്പൊ ശ്രീദേവി ഉത്തരം പറഞ്ഞു, അജിത്ത് ഉത്തരം പറഞ്ഞു, പിന്നെ ആരാ? എനിക്കൊന്ന് രമ്യ അല്ലേ, രമ്യയാണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ രമ്യ
രമ്യ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇതില് ഇപ്പൊ പോയിന്റ് തന്നെ നോക്കുകയാണെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത് ശ്രീദേവിയാണ്. 8 പോയിന്റാണ് ശ്രീദേവിക്ക് കേട്ടോ. ശ്രീദേവിക്ക് 8 പോയിന്റോടുകൂടി മുന്നിട്ട് നിൽക്കുകയാണ്. പിന്നാലെ നിൽക്കുന്ന ആരാണ്? നമ്മുടെ അജിത് രാജാണ് 3 പോയിന്റ്. അടിപൊളി. ബാക്കിയുള്ളവരൊക്കെ 2 എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയും സിമ്പിൾ എനിക്ക് പറ്റില്ല. ബിന്ദു കൊല്ലും ഞാൻ. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ലൈവിൽ കയറ്റത്. അത് കറക്റ്റാ കേട്ടോ. അവർക്ക് നല്ല ഓർമ്മശക്തി കാണും. അവർ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അവർക്ക് പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ അടുത്തത് അതിലും അതുപോലെ തന്നെ സിമ്പിളാണ്. ചരിത്രത്തിലൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? കോഴി നമ്മളാൾ എഴുതിയതാണ്. ഓക്കെ, ഇതറിയാം. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്നെഴുതിയ ജീവചരിത്രം. ഈ ജീവചരിത്രം ആരുടേതാണ്? ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. അതാരാ പറഞ്ഞ? ഞാനാ? സിൽവി ആയിരിക്കും മിക്കവാറും. PSCക്കാരുടെ ഒരു ഗുണം എന്താണെന്നറിയോ? ഇതെല്ലാം ഓർത്തിരിക്കും. അവര് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവർക്കതെല്ലാം ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇത് പലതവണ വായിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല. അതാണ് ഒരു വലിയ സങ്കടം. ഓക്കെ, ഉത്തരം വരുന്നുണ്ട്. അപ്പൊ ചോദ്യം കേട്ടിരുന്നല്ലോ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരുടേതാണ്? ഓക്കെ, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബ്രീസ ഉത്തരം പറഞ്ഞു, ശ്രീദേവി ഉത്തരം പറഞ്ഞു, രമ്യ ഉത്തരം പറഞ്ഞു, മഹേഷ് ഉത്തരം പറഞ്ഞു. അപ്പൊ എല്ലാവരും കറക്റ്റ് ഉത്തരങ്ങളാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ EMS ആണ്. EMSന്റെ ജീവചരിത്രമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. അപ്പൊ ശ്രീദേവി, ബ്രീസ, രമ്യാന്ന് തോന്നുന്നു. ശ്രീദേവി, രമ്യ. ഓക്കെ, അതെ, ബ്രീസയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ബ്രീസ, ശ്രീദേവി, രമ്യയ്ക്കും ഒരു പോയിന്റ്. രമ്യ അജിത്തും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരോട് അങ്ങോട്ട് അങ്ങോട്ട് ആയി വരട്ടെ. നല്ല കോമ്പറ്റീഷൻ ആയി വരട്ടെ. അടുത്ത ചോദ്യം. നൈനിറ്റാൾ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഇതും അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ. ക്ലൂ ഉണ്ടോ? അയ്യോ, കഴിഞ്ഞു പോയി സബി. ലൈവിന് മുൻപ് ശ്രീദേവിയെ പൂട്ടിയിടുന്നു. അത് കൊള്ളാം കേട്ടോ. നൈനിറ്റാൾ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? ഇതും അറിയത്തില്ലെന്ന് പറയല്ലേ. ഇതൊക്കെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ നോവലുകളെ പറ്റി അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണിത്. സിൽവി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഇനി ആരെ? പോരട്ടെ. വൈശാഖ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ശ്രീദേവി മഞ്ഞ്, സുമാ ജയമോഹൻ മഞ്ഞ്, അജിത് രാജ് മഞ്ഞ്. ഓക്കെ, സിൽവി ഉത്തരം പറഞ്ഞത് മഞ്ഞ്. ഓക്കെ, വൈശാഖ് മഞ്ഞ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റ് ഉത്തരം ചെറുതാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞ 3 പേര് സിൽവി, വൈശാഖ്, ശ്രീദേവി. ഓക്കെ, ഇത്രയും പേരാണ്. ഓക്കെ, ഇത്രയും പേർക്കാണ് പോയിന്റ് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇതും വേഗം എല്ലാവർക്കും പറയാൻ പറ്റും. വിക്കിപീഡിയ മഞ്ജു എന്ന് നമുക്ക് ഊഹിക്കാലോ വേഗം. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏതാണ്? ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും വലിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അവാർഡിന്റെ പേരൊക്കെ പറഞ്ഞു പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് പറയത്തില്ല. ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏതാണ്? മഞ്ഞ്. ഇനി ആരും മഞ്ഞ് പറയണ്ട കേട്ടോ. സ്കോർ ബോർഡിൽ കയറപ്പറ്റി. അത് കറക്റ്റാ. അതെ, സിൽവി വന്നു. ഇനിയൊരു സങ്കടം വേണ്ട. ഇതും വേഗം പറയാവുന്നതാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പുസ്തകമാണ്. കഥാപാത്രങ്ങളെ ഓർമ്മയുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇരട്ടക്കുട്ടികളായ എസ്തയും റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ ഏതാണ്?
ശ്രീദേവി ഉത്തരം പറഞ്ഞു, വൈശാഖ് ഉത്തരം പറഞ്ഞു, സിൽവി ഉത്തരം പറഞ്ഞു. സിൽവി പറയുന്നതിനകത്തെ ഒരു ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നത്. സ്മോൾ തിങ് എന്നല്ല കേട്ടോ, സ്മോൾ തിങ്സ്. അതിനെ നമുക്ക് അതിനെ നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് കണക്കിലെടുക്കാൻ പറ്റുമോ? എന്താണെന്ന് പറയണം. അഡ്മിൻസ് ഒരു മറുപടി എനിക്ക് തരണം കേട്ടോ. ഞാൻ തനിയെ ഡിസിഷൻ എടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ചെറിയ അക്ഷര തെറ്റുകളെ നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ 3 പേര്. വൈശാഖ് അലാഹയുടെ പെൺമക്കളല്ല, എന്തോ ഇത് മുൻപേ അലാഹയുടെ പെൺമക്കൾ ഇത് പറഞ്ഞത് വൈശാഖ് തന്നെയല്ല, വേറെ ഏതോ ചോദ്യത്തിനും പറഞ്ഞിരുന്നല്ലോ. രമ്യ ഉത്തരം പറഞ്ഞു. പിന്നെ കുഞ്ഞു കാര്യങ്ങളുടെ അവിടെ തമ്പുരാൻ. ഓക്കെ. അപ്പൊ എനിക്കിവിടെ കാണുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ശ്രീദേവിയാണ്. ശ്രീദേവി, സിൽവി, രമ്യ. സിൽവിയുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അവിടുന്ന് അഡ്മിൻസിന്റെ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് തരുന്നതായിരിക്കും. സ്മോൾ തിങ് എന്ന് എഴുതിയേക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഓക്കെ, അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് ശ്രീദേവിക്ക് ഒരു പോയിന്റ്. പിന്നെ അടുത്തത് രമ്യക്ക് ഒരു പോയിന്റ്. സിൽവി അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാമേ. സിൽവി അല്ല എന്നുണ്ടെങ്കിൽ സിൽവി പിന്നെ രമ്യ. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഓക്കെ, സിൽവി തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അടുത്ത ഉത്തരം വന്നിരിക്കുന്നത് സിൽവി തന്നെയാണ്, കറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. രമ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ മാൾട്ട് സ്മോൾ അടിച്ചതാണ് സിൽവി. അതാണ് അടുത്തൊരു ചോദ്യം. അതും സിമ്പിൾ ആണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയുന്ന, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടാണ്. അത് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അതും ഒറ്റയ്ക്ക്. അക്കാലത്തെ ഇന്ത്യയിൽ ജീവിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര രസകരമായ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ കുറ്റാന്വേഷണ പ്രവേശമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ഏത് നോവൽ? ഒരു കുറ്റാന്വേഷണ നോവലാണ്. അത് നമ്മുടെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുടെ നോവലാണ്. അത് ഏത് നോവൽ എന്നുള്ളതാണ്. അത് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അതും ഒറ്റയ്ക്ക്. അക്കാലത്തെ ഇന്ത്യയിൽ ജീവിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര രസകരമായ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ കുറ്റാന്വേഷണ പ്രവേശമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. ഏത് നോവൽ? വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുടെ നോവലാണ്. ഇത്രയൊക്കെ ഞാൻ ക്ലൂ തന്നു, ഇനി പറയാം. അവരുടെ പ്രശസ്തമായ ഒരു നോവലിന് ശേഷം എഴുതിയതാണ്. പലരും ഇതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം കേൾക്കുന്നതിന് മുൻപേ ഉത്തരം കാണും. ഓക്കെ, പറയാം. അതും ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അതും ഒറ്റയ്ക്ക്. അക്കാലത്തെ ഇന്ത്യയിൽ ജീവിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര രസകരമായ ദൗത്യം എന്ന് പറഞ്ഞിരിക്കുന്ന നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ കുറ്റാന്വേഷണ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. ഒരു ഉത്തരം വന്നിട്ടുണ്ട്, ജസ്റ്റിസ് ഫോർ സിൽവി. അല്ലല്ല, അത് നമ്മൾ പോയിന്റ് കൊടുത്തു. അത് അടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്ന അടുത്ത പേര് വന്നത് സിൽവിയുടെ തന്നെയായിരുന്നു, കറക്റ്റ് ചെയ്തിട്ട്. അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഉത്തരം വന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്തു, ഒന്ന് പുറത്തിറങ്ങി. ഓക്കെ, അതാണല്ലേ. ഓക്കെ, അത് ശരിയാണ്. നെറ്റിന്റെ ഇഷ്യൂ ആണ്. ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ വീണ്ടും വന്നാലും മതി. ഡിറ്റക്റ്റീവ് അമ്മു. ഉവ്വ. ഓക്കെ, 1-2 പേരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രീത ഉത്തരം പറഞ്ഞു, നിഷിബ ഉത്തരം പറഞ്ഞു. ആദ്യം ഉത്തരം പറഞ്ഞത് ആരാണ്? സാബിറയാണ്. സാബിറ, ഷൈബി, പിന്നെ ഇങ്ങോട്ട് പ്രീത, നിഷിബ. ഓക്കെ, വൈശാഖ് നമുക്കറിയില്ല. വായന മരിച്ചു. സൈക്കിളിൽ നടന്നാൽ പോരെ, ഇടയ്ക്കൊക്കെ ഒരു പുസ്തകങ്ങളൊന്ന് വായിക്കാം കേട്ടോ. സൈക്കിള് കയറി അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളും എല്ലാം ചോദിക്കാന്ന്, സ്ഥലങ്ങളെ പറ്റൊക്കെ ചോദിച്ചിരുന്ന വൈശാഖ് എപ്പോഴേ റെഡി ആയിരുന്നെന്ന് തോന്നുന്നു. ഡിറ്റക്റ്റീവ് അമ്മു ആളിവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞത് സാബിറ ആണ്. സാബിറയ്ക്ക് ഒരു പോയിന്റ്. പിന്നെ വന്നിരിക്കുന്ന ഉത്തരം ആരുടേതാണ്? സാബിറ, ഷൈബി, പ്രീത
ഷൈബി. അപ്പോൾ ഷൈബിയും പോയിന്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പോയിന്റ് ഷൈബിക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. കാതകൻ നമുക്കറിയില്ല, കേരളം വന്നു. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇതും വേഗം പറയാവുന്നതാണ്. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി. നോൺസെൻസ് കവിതകൾ. ഇതും സിമ്പിളാ കേട്ടോ, ഒത്തിരി സിമ്പിളാ. ലോകത്തിന്റെ സ്പന്ദനം ബുക്കിലല്ല. ശരിയാ, അത് കറക്റ്റാ കേട്ടോ. അങ്ങനെ ഒരു ചാക്കോ മാഷും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയല. സൈക്കിളിലാ. സിൽവി ഒരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഇലഞ്ഞിപ്പൂക്കളോ, ദൈവമേ. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം. എനിക്ക് തോന്നുന്നു ആൽവിൻ അവിടെ ചോദ്യം തെറ്റി കേട്ടിട്ടുണ്ട്. വേറെ ആദ്യത്തേന്റെ എന്താണ് പറയുന്നത്? നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയ കവി ആരാണ്? നോൺസെൻസ് കവിതകൾ. ഇങ്ങനത്തെ കുരുത്തക്കേട് പേരൊക്കെ ആരായിരിക്കും ഇടുന്നത്? നമ്മളെ പോലുള്ള പിള്ളേരായിരിക്കും അല്ലേ, കുഞ്ഞു പിള്ളേര്. ആരാ ഉത്തരം പറഞ്ഞ? ഓക്കെ, ഉത്തരം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അജിത് രാജ് ആണ്. രമ്യ ഉത്തരം പറഞ്ഞു. ഹോ, കുഞ്ഞുണ്ണിയോ? ഇന്നല്ല, ഏത് വീട്ടിലെ കുഞ്ഞുണ്ണിയാ? വൈശാഖ്, ഇങ്ങനൊന്നും പറയല്ലേ. ഫർസാന സനം ഫുള്ള് പേര് പറയാതെ മാർക്ക് തരൂല. എന്തോന്നാലും മാർക്ക് തരൂല. കുഞ്ഞുണ്ണി എന്നും പറഞ്ഞ ഏത് കുഞ്ഞുണ്ണി? നമ്മുടെ വീട്ടിലെ കുഞ്ഞുണ്ണിയാ. കവിതയും ഞാനുമായി സത്യമായ ഒരു ബന്ധവുമില്ല. ഇത് കവിതയുമായിട്ട് ഇത് നമ്മള് കൊച്ചു ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ്, അതുകൊണ്ടാണ്. ഉത്തരം സിമ്പിൾ ആകുമ്പോൾ ചോദ്യം സിമ്പിൾ അല്ല. ഇനി സിമ്പിൾ അല്ലെന്ന് പറയുന്നത്. കാക്ക കൂടെ ഇവിടെയൊക്കെ ആര് ചോദിക്കും? മാവേലി നാട് വാണിയിടും കാലം ഒക്കെ. ഞാൻ വിചാരിച്ചു ഇവിടെ പെട്ടെന്ന് പോയിന്റിലായിരിക്കും മത്സരം ഉണ്ടാകുന്നത്. എല്ലാം സിമ്പിൾ സാധനങ്ങളാ ചോദിച്ചത്. ഇടയ്ക്ക് ഒരെണ്ണങ്ങാണ്ടേ ഉള്ളായിരുന്നു ഇത്തിരി ടഫായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഉത്തരം വന്നത് 3 പേരാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് രമ്യ, അജിത്ത്, പിന്നാര ഫർസാന ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുണ്ണി മാഷ്. അപ്പൊ ഫർസാനയ്ക്കും ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫർസാനയും സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇതും വേഗം അറിയാവുന്ന. LTTL ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. ഇത്രയും സിമ്പിൾ വേണ്ടായിരുന്നു പറയല്ലേ. LTTL കൊല ചെയ്യപ്പെട്ട ശ്രീലങ്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഡോക്ടർ രജനി തിരണഗാമയ്ക്ക് നോ മോർ ടിയേഴ്സ് സിസ്റ്റർ എന്ന വാചകത്തോടെ ഗ്രന്ഥകാരൻ സമർപ്പിച്ചിരിക്കുന്ന കൃതി. LTTL കൊല്ലപ്പെട്ട ശ്രീലങ്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഡോക്ടർ രജനി തിരണഗാമയ്ക്ക് നോ മോർ ടിയേഴ്സ് സിസ്റ്റർ എന്ന വാചകത്തോടെ ഗ്രന്ഥകാരൻ സമർപ്പിച്ചിരിക്കുന്ന കൃതി ഏതാണ്? ഇതും ഒട്ടുമിക്ക പേരും വായിച്ചിട്ടുള്ളതാണ്. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനുള്ള, എന്നാലും അതിൽ തന്നെ ഉണ്ട് ഒരു കുഞ്ഞുകളും. വേഗം ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. LTTL കൊല ചെയ്യപ്പെട്ട ശ്രീലങ്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഡോക്ടർ രജനി തിരണഗാമയ്ക്ക് നോ മോർ ടിയേഴ്സ് സിസ്റ്റർ എന്ന വാചകത്തോടെ ഗ്രന്ഥകാരൻ സമർപ്പിച്ചിരിക്കുന്ന കൃതി. സിമ്പിളാണ്. ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റിയിട്ടും. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു നമ്മുടെ കൂട്ടക്ഷരങ്ങൾ ഗ്രൂപ്പിലുണ്ട്. ഇത്രയൊക്കെ ക്ലൂ തന്നു. ഇനി വേഗം ഉത്തരം പറഞ്ഞോണം. സിൽവി ഉത്തരം പറഞ്ഞു, ബിന്ദു ഉത്തരം പറഞ്ഞു. പക്ഷേ സിൽവിയുടെ ഉത്തരം പൂർണ്ണമല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അക്ഷരത്തെറ്റായിട്ടൊന്നും അതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട്. അപ്പോ ഇത് സിൽവി പറയുന്നത് ഒരു ആണ്ടാൾ ദേവനായകി, ആദ്യം ദേവനായ എന്ന് പറഞ്ഞു. പിന്നെ സുഗന്ധി ആണ്ടാൾ നായകി, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഓക്കെ,
അപ്പൊ ഇതിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ബിന്ദുവാണ്, പിന്നെ ബിന്ദുവാണ്, ശ്രീദേവി, ബിന്ദു, ശ്രീദേവി, സിൽവി, മൂന്നാമത് സിൽവിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സിൽവിക്ക് ഉത്തരം അറിയാമായിരുന്നുള്ളത് കറക്റ്റാണ്, എഴുതി വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പൊ ബിന്ദു, ശ്രീദേവി, സിൽവി. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി അല്ലേ? പിന്നെന്താണ്? അല്ലേ? അതെ, അതാണ് നന്ദേച്ചി. അതെ, നന്ദേച്ചിയാണ്, ടി ഡി രാമകൃഷ്ണന്റെ ബന്ധുവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത്രയും ക്ലൂ ഒക്കെ തന്നപ്പോ പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. കറക്റ്റ്, ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകമാണ്. അപ്പോ അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ ഏതാണെന്ന് പറയാമോ? മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. ഇത്രയൊക്കെ സെർച്ച് ചെയ്യാൻ സമയമെടുക്കും. അത്യാവശ്യം ഈ പുസ്തകമൊക്കെ എല്ലാം ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതാണ് മഹേഷ്. ഒത്തിരി പേര് ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അറിയാം, എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. സിൽവിയൊക്കെ ആദ്യമേ ഉത്തരം പറഞ്ഞു, വേഗം. അതാണ് പുസ്തകത്തിലെ വരികൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പെടും അല്ലേ? ഇപ്പൊ ചോദ്യം കേട്ടിരുന്നോ? മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ. വേഗം സെർച്ച് കൊണ്ടുപോവാ. ഞാനറിയാതെ എന്നെക്കുറിച്ച് നോവൽ, അതെ, അപസർപ്പകം വന്നപ്പോ എന്നെക്കുറിച്ച് അന്നല്ലേ. അത് എന്താന്നോ, ഏതാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ആരെഴുതിയതാണെന്നല്ല. അജിത് രാജ് കുന്തലത പറഞ്ഞിരിക്കുന്നു, ശ്രീദേവി അപ്പൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ എഴുത്തുകാരന്റെ പേരല്ലേ, കൃതിയാണ് ചോദിച്ചത് കേട്ടോ. നോവൽ ഏതാണെന്ന്, നോവൽ ആദ്യത്തെ അപസർപ്പക നോവൽ ആണ് ചോദിച്ചത് കേട്ടോ. ആരും എഴുത്തുകാരന്റെ പേര് പറയല്ലേ. ശ്രീകൃഷ്ണ പരിന്തോ, അയ്യോ, യക്ഷി. ആദ്യത്തെ, മലയാളത്തിലെ ആദ്യത്തെ അപ്പൻ തമ്പുരാൻ അത് എഴുതിയ ആളാണ് വൈശാഖ് ജയ്, ഭാസ്കര മേനോൻ, ദിനേശ് ബാബു കുന്തലത, സാബിറ യക്ഷി, ശ്രീദേവി നമ്പ്യാർ ഭാസ്കര മേനോൻ, അജിത് രാജ് ഭാസ്കര മേനോൻ. ഓക്കെ, അപ്പോ ഉത്തരം വന്നിട്ടുണ്ട്. വൈശാഖാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. വൈശാഖ്, ശ്രീദേവി, അജിത്ത്. ഓക്കെ, ഇത്രയും പേരാണ് ഉത്തരം പറഞ്ഞത്. ഭാസ്കര മേനോൻ എന്നാണ് അപസർപ്പക നോവലിന്റെ പേര്. ഓക്കെ, ശ്രീദേവി, പിന്നെ വൈശാഖ്, ശ്രീദേവി, പിന്നെ ആരാണ്? അജിത്ത്. ഓക്കെ, വൈശാഖിന് 4 പോയിന്റ്. അടിപൊളി. ഓക്കെ, വാസനാവികൃതി ആദ്യത്തെ നോവലാണ്. ഇത് അപസർപ്പക നോവലിന്റെ കാര്യമാണ് ചോദിച്ചത്. ആദ്യത്തെ നോവലല്ല, ചെറുകഥയാണ് വാസനാവികൃതി കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? മലയാളത്തിലെ ഏറ്റവും വലിയ, വിക്കിപീഡിയ ആ പീഡിക അല്ലെങ്കിലും ചതിക്കും നമ്മളെ. ഓക്കെ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? വേഗം പറ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഇതൊക്കെ കൊച്ചു കാര്യം, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടിയാണ്. അതുകൊണ്ടാ ഇതൊക്കെ ചോദ്യത്തിലെടുത്ത്. ജീസ് എവിടെയായിരുന്നു? ജീസിനെ കുറെ കാലമായല്ലോ കണ്ടിട്ട്. നേരത്തെ ക്വിസിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു, ഇപ്പൊ വരാറേ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കാണാത്താണ്. ഇല്ല, നിങ്ങൾ ആരെങ്കിലും ജീസിനെ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. അപസർപ്പകത്തിന് പറ്റിയ പേരല്ല, ഭാസ്കര മേനോനല്ലേ. നല്ല ഒന്നാന്തരം ഒരു പേര് അപസർപ്പകത്തിന് ഇട്ട് കളഞ്ഞു. ഓക്കെ, ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഓക്കെ, മഹേഷ് ഉത്തരം പറഞ്ഞു. അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ്. അവകാശികൾ, അജിത് രാജ് അവകാശികൾ, വൈശാഖ് ജയ് അവകാശികൾ. കയറല്ല കേട്ടോ, അത് വലിയ നോവലല്ല, ഏറ്റവും വലിയ നോവൽ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മഹേഷ്,
അജിത്, മഹേഷ്, അജിത്ത്, വൈശാഖ്. വൈശാഖ് ദാ ഇപ്പൊ കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ തോന്നുന്നു നെറ്റ് ഓക്കെ ആയത്. ഓക്കെ, അപ്പോൾ അത്രയാണ്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വിലാസിനിയുടെ ഏതാണ്? പേര് കിട്ടുന്നില്ല. അയ്യോ, ഏതാ വിലാസിനി? അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ലല്ലോ. അടുത്തത് തെക്കൻ ദില്ലി ഇടവകയിലെ വികാരിയായ അതിലുപരി ഫുട്ബോൾ പ്രേമിയായ ഗീവർഗീസ് അച്ഛനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിക്കപ്പെട്ട ചെറുകഥ. ചോദ്യം കേൾക്കും മുൻപ് ഉത്തരം കാണുന്നു. അയ്യോ, നെറ്റിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ടാങ്കിലെ മീനോ, അത് അതിനിടയ്ക്ക് കണ്ടോ? അരോണ അത് അതിനിടയ്ക്ക് വന്നോ അവിടെ? ഓക്കെ, അരോണയാ, കാണാമോ? ഇതാ കിടക്കുന്നു, അരോണയാണേ. പിന്നെ ഇത് ചോദ്യം കേട്ടല്ലോ. തെക്കൻ ദില്ലി ഇടവകയിലെ വികാരിയായ അതിലുപരി ഫുട്ബോൾ പ്രേമിയായ ഗീവർഗീസ് അച്ഛനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിക്കപ്പെട്ട ചെറുകഥ. ഇത് വേഗം പറയണം. ഇത് ഈയിടെ ഒരു വലിയ വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്. ക്ലൂ പറയാം, പതുക്കെ പറയാം. തെക്കൻ ദില്ലി ഇടവകയിലെ വികാരിയായ അതിലുപരി ഫുട്ബോൾ പ്രേമിയായ ഗീവർഗീസ് അച്ഛനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിക്കപ്പെട്ട ചെറുകഥ. ഗീവർഗീസ് അച്ഛൻ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഈയിടെ ഒരു ഫുട്ബോൾ പ്രേമിയായ ഗീവർഗീസ് അച്ഛന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. അദ്ദേഹത്തെ കുറെ പേരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു, ഭയങ്കര പ്രശ്നമുണ്ടായി, അദ്ദേഹം പ്രശ്നമുണ്ടാക്കി. അങ്ങനെ NS മാധവൻ എഴുതിയതാണോ? ഇത്രയും നീളമുള്ള ചോദ്യങ്ങൾ പാടില്ല. ഇതൊക്കെ നീളം കുറയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ശ്രീദേവി ഉത്തരം പറഞ്ഞു, ദിനേശ് ബാബു ഉത്തരം പറഞ്ഞു, വൈശാഖ് ജയ് NS മാധവൻ എഴുതിയതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞല്ലോ, ഉത്തരവും വന്നിട്ടില്ല. ചോദ്യം ടൈപ്പ് ചെയ്യാൻ പറ്റും, അതാണ് ഒറ്റ വാക്കിലുള്ള സംഭവം ആണെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറ്റും. ശ്രീദേവി അവിടെ ആരോ വിളിക്കുന്നുണ്ട്, ചെന്ന് നോക്കി. ഓക്കെ, ഇത് വിവാദമായിരുന്നല്ലോ. സിനിമയ്ക്ക് പേര് കൊടുക്കുന്നതിന്റെ ഇത് നോവലിന്റെ പേര് അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. ഭയങ്കര വിവാദമായിരുന്നല്ലോ. ഹിഗിറ്റ ആണ് ഉത്തരം. ഹിഗിറ്റ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശ്രീദേവിയാണ്. ശ്രീദേവിയെ പൂട്ടിയിടാൻ പറ്റത്തില്ല ബിന്ദു, നോക്ക്, കണ്ടോ? അപ്പൊ ശ്രീദേവിക്ക് ശേഷം ആര്? അതാണ് ചോദ്യം. ശ്രീദേവിക്ക് ശേഷം ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനേശ് ബാബു ഒരു ഉത്തരം പറഞ്ഞു. ഹിഗിറ്റ, ദിനേശ് ബാബു. അടുത്ത ആള് മഹേഷ്. എങ്ങനെയായാലും ഉത്തരം കൊണ്ട് വരും, അതാണ്. ടൈപ്പ് ചെയ്യാനൊക്കെ ഇത്തിരി പാടായി, വലുതെന്നൊക്കെ പറഞ്ഞാലും വരും. ഓക്കെ, കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈശാഖ് NS മാധവന്റെ പേര് ചോദിച്ചു, പക്ഷെ ഇത് വന്നില്ല. ജീസ് ഹിഗിറ്റ, സാബിറ ഹിഗിറ്റ. ഓക്കെ, പേരാദ്യം ഓർമ്മ വന്നില്ല, അതാണല്ലേ. ഓക്കെ, ഇതിൽ ഉത്തരം ചെറുതാണെങ്കിൽ ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ ഇത്തിരി പാടുണ്ടല്ലേ. ഹിഗിറ്റ എന്നൊക്കെയുള്ള പേര്. അതാണ് അദ്ദേഹത്തിന്റെ ഇതാണ്, ചെറുകഥയാണ്. ഗീവർഗീസ് അച്ഛനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, എൻഡോസൾഫാൻ കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? നമ്മുടെ ടൈം തീരാറായി കേട്ടോ. എൻഡോസൾഫാൻ കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? എല്ലാം കഴിഞ്ഞ് എനിക്കും അജിത്തിനും മകേഷിനുള്ള പോയിന്റ് ഒരുമിച്ച് കൂട്ടി തന്നാൽ മതി, ഞങ്ങൾ ഒരേ തരം. എനിക്ക് എന്റേതുണ്ട് ഒരെണ്ണം, അതും കൂടി ഇടാം നമുക്ക്. എൻഡോസൾഫാൻ ചോദ്യം കേട്ടല്ലോ. എൻഡോസൾഫാൻ കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ നോവൽ ഏതാണ്? ഇത് ക്ലൂ തരാം. ഇത് കാസർഗോഡുള്ള ഒരു സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് ഈ നോവലിന് പേരിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എൻഡോസൾഫാൻ കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കിയ നോവൽ ഏത്? കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ടല്ലോ.
ജീസ് ചോദിക്കുന്നത് ബിന്ദു രാജേഷ് നന്നായി കൂടെ. ഇല്ല, ഒരിക്കലും നന്നാവാൻ ഞങ്ങൾ ബിന്ദുവിനെ അനുവദിക്കില്ല ജീസ്. അജിത് രാജ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് എൻമകജെ. ശ്രീദേവി എൻമകജെ പറഞ്ഞിട്ടുണ്ട്, സിൽവി എൻമകജെ പറഞ്ഞിട്ടുണ്ട്, ദിനേശ് ബാബു ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻമകജയാണ് ഇത് എഴുതിയത്. അംബികാസുധൻ മാങ്ങാടാണ്, അദ്ദേഹത്തിന്റെ കൃതിയാണ് എൻമകജെ. ഇവിടുത്തെ എൻഡോസൾഫാൻ കീടനാശിനി ദുരിതമനുഭവിക്കുന്ന കാസർഗോഡുള്ള ഒരു സ്ഥലത്തിന്റെ പേരിലാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. എൻമകജെ മഞ്ജു പോലെ അതുമ്പം തെറ്റിപ്പോയ പോലെ ആവരുത് എന്നുള്ളതല്ലേ. അപ്പം നമ്മൾ അജിത് രാജ് ഒരു പോയിന്റ്, പിന്നെ അടുത്തത് ആരായിരുന്നു? ശ്രീദേവി ആയിരുന്നു. അജിത് രാജ്, ശ്രീദേവി, സിൽവി. ഓക്കെ, എല്ലാവർക്കും പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളൊക്കെ ഒരേ തറ. അഞ്ചു എവിടെയായിരുന്നു? ഇപ്പോഴാണോ വരുന്നേ? സമയം കഴിഞ്ഞു പോയി. അപ്പോ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ആത്മകഥയ്ക്ക് അംബിക സുധമാഷിന്റെയാണ്. കറക്റ്റ്, അതെ അതെ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? വൈശാഖ് ഇപ്പോഴാണ് ഉത്തരം പറയുന്നത്. എൻമകജ കഴിഞ്ഞു കേട്ടോ അത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചോദ്യമാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ഇതും വേഗം പറയാൻ പറ്റുന്നതാണ്. എന്ന് കേട്ടപ്പോൾ അഞ്ചു വന്നു. അഞ്ചുവിന്റെ നേടി വാങ്ങിച്ചാ പോകാവൂ കേട്ടോ മഹേഷ്. മൂന്നാമത്തെ ഞാനാണ്. അയ്യോ, മൂന്നാമത്തെ സിൽവി അല്ലേ? ദിനേശ് ആണോ? എനിക്കിവിടെ കാണുന്നത് സിൽവി ആണെന്ന് തോന്നിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. സിൽവി ആണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അജിത്ത്, ശ്രീദേവി, സിൽവി, ദിനേശ് അങ്ങനെയാണ് വരുന്നത്. ചെറിയ വ്യത്യാസമായിരിക്കും. പക്ഷെ നമുക്ക് 3 പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിവിടെ കാണിക്കുന്നത് സിൽവി ആയതുകൊണ്ടാണ് ഞാൻ സിൽവിക്ക് പോയിന്റ് കൊടുത്തത് കേട്ടോ. ദിനേശ് ക്ഷമിക്കണേ. അങ്ങനെ നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ചിലപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പേരായിരിക്കും ആദ്യം കാണിക്കുന്നത്. അങ്ങനെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം അത് എഴുതിയത്. ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഷൈബി ഉത്തരം പറഞ്ഞു. സുഭാഷ് എന്താണ് അതെന്തിനാ ഉത്തരം? സുഭാഷ് ആരെങ്കിലും വിളിച്ചാണോ? മഹേഷ് ഉത്തരം പറഞ്ഞു. ലളിതാംബിക അന്തർജനം. പിന്നെ അജിത് രാജ് ഉത്തരം പറഞ്ഞു ലളിതാംബിക അന്തർജനം. ശ്രീദേവി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിജിന ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് അംബികാ സുകുമാരൻ നേരത്തുള്ള അംബികാ സുധനാണ് കേട്ടോ, സുകുമാരനല്ല. അംബികാ സുധൻ മാങ്ങാട്, അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആണ് ഉത്തരം. റാണി, ഓക്കെ, കുറെ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ അല്ല, ലളിതാംബിക അന്തർജനം. ഓക്കെ, അപ്പൊ നമുക്ക് ലളിതാംബിക അന്തർജനമാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മഹേഷ് ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. മഹേഷ്, അജിത്, ശ്രീദേവി. മഹേഷ്, അജിത്, ശ്രീദേവി. ഓക്കെ, അപ്പൊ മഹേഷിന് അപ്പൊ നമ്മുടെ ക്വിസ് മത്സരം ഇവിടെ, സാഹിത്യ ക്വിസ് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പോയിന്റ് ഞാനൊന്ന് പറയാം. വൈശാഖ് 5 പോയിന്റ്, ബിന്ദു 2 പോയിന്റ്, സാബിറ 3 പോയിന്റ്, അബ്ദുൽ അസീസ് ആദ്യം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുള്ളൂ, പിന്നെ കണ്ടില്ല ആളെ, ഒരു പോയിന്റ്. ശ്രീദേവി നമ്പ്യാറാണ് മുന്നിട്ട് നിൽക്കുന്നത്. ശ്രീദേവി നമ്പ്യാർ 15 പോയിന്റ്സ് ആണ്. ഒരു കയ്യടി കൊടുത്ത എല്ലാരും. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സഹല 2 പോയിന്റ്. അജിത്ത് ആണ് തൊട്ട് പിന്നിൽ നിൽക്കുന്ന അജിത് രാജ് 8 പോയിന്റ്. അപ്പോ ശ്രീദേവി, അജിത് എന്നിവരാണ് 1, 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. പ്രീത 2 പോയിന്റ്, മഹേഷ് 5 പോയിന്റ്, രമ്യ. അപ്പൊ മഹേഷും രമ്യയും 5 പോയിന്റ് വെച്ചിട്ട് 3ാം സ്ഥാനത്തുണ്ട് കേട്ടോ. അനിത 1 പോയിന്റ്, സുമ ജയമോഹൻ 1, ബ്രീസ 1, സിൽവി 4. അപ്പൊ ഇവരുടെ 4ാം സ്ഥാനത്ത് സിൽവിയും വന്നിട്ടുണ്ട്. ഷൈബി 1, ഫർസാന 1, ബിന്ദു 1, ദിനേശ് ബാബു 1. അപ്പൊ ഇങ്ങനെയാണ് പോയിന്റ് നില. അപ്പൊ 1, 2, 3, 4 സ്ഥാനങ്ങളിൽ നമ്മുടെ ശ്രീദേവി, അജിത്, മഹേഷും രമ്യയും ഒരുപോലെയാണ് കേട്ടോ. 3ാം സ്ഥാനത്താണ് മഹേഷും രമ്യയും പിന്നെ ഉള്ളത്. സിൽവി 4ാം സ്ഥാനത്ത്. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, സ്നേഹം. എന്റെ പകുതി 5 മോൾക്ക് കൊടുത്തേരെ. ഇപ്പൊ വന്നിട്ടാണോ കൊടുക്കല? ആദ്യം തൊട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. കൂട്ടുകൃഷ്ണങ്ങളുടെ ആക്റ്റീവ് മെമ്പറാ, എന്നിട്ട് ഏറ്റവും അവസാനമാണ് വരുന്നത്. ഹാപ്പി ടു സീ യു മറ്റ് ഓഫീസ് നോ ക്യാരി ഓൺ. ഓക്കെ ജീസ്, ലേറ്റ് ആയാലും പങ്കെടുത്തതിൽ സന്തോഷം.
നേരത്തെ അയച്ചത് ഡെലിവർ ആകാൻ വൈകുന്നേരം. അതെ അതെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നെറ്റ് സ്ലോ ആയതൊരു ഇഷ്യൂ ആണ്. അതെ, മനുഷ്യനൊരു ആമുഖമാണോ സുഭാഷ് ചന്ദ്രൻ? അതെ അതെ അതെ, അദ്ദേഹം അതാണ് എഴുതിയത്. അജിത് രാജ് മൊത്തത്തിൽ അങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ 10 പോയിന്റ് ഉണ്ട് കേട്ടോ. മഹേഷിനെ കൂടെ കൂട്ടിയിട്ട് മഹേഷും രമ്യയും അജിത്തും കാര്യമായിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ശ്രീദേവിയും കടത്തി വെട്ടും. 18 പോയിന്റ് ഉണ്ട്. അടിപൊളി ശ്രീദേവി. അതെ, കൺഗ്രാചുലേഷൻ ശ്രീദേവി, അജിത്ത്. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. ബൈ ബൈ ബൈ. എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. നല്ല അവതരണം, നല്ല അറിവുകൾ, ആശംസകൾ, വിജയികൾക്ക് അഭിനന്ദനം, നല്ല മനസ്സ്. നിഷി താങ്ക് യു. താമസിച്ചു പോയില്ലേ, കുഴപ്പമില്ല. അടുത്ത ലൈവില് ആദ്യം വന്നാൽ മതി ഉഷ കേട്ടോ. അപ്പൊ ബൈ ബൈ.